Good morning. Second semester Diploma in Civil Engineering സബ്ജക്റ്റ് ബേസിക് സർവേയിങ് എന്നുള്ള സബ്ജക്റ്റിന്റെ തേർഡ് മോഡ്യൂളിലെ കുറച്ച് ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് സി വാട്ട് ഇസ് ലെവലിംഗ്. ഓക്കെ, സോ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സർവേയിങ്. ഇറ്റ് ഡീൽസ് വിത്ത് മെഷർമെന്റ്സ് ഇൻ എ വെർട്ടിക്കൽ പ്ലെയിൻ. ഒരു വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മെഷർമെന്റ്സ് അതാണ് നമ്മൾ ലെവലിംഗിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ആദ്യത്തെ ഫിഗറിൽ നമുക്ക് മനസ്സിലാവും ഒരു ട്രൈപോഡിന്റെ പുറത്ത് ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ഒരു ടെലിസ്കോപ്പ് ഉണ്ട്. സോ ഇതിന്റെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആവും. സോ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു ഫീൽഡ് ഓഫ് വ്യൂവിലൂടെ ഒരു ഇതിന്റെ ഡയഫ്രത്തിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ക്രോസ് ഹെയർ, ഈ ഫിഗറിൽ കാണുന്ന പോലെ ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ ആൻഡ് വെർട്ടിക്കൽ ക്രോസ് ഹെയർ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ടെലസ്കോപ്പിനെ തിരിച്ച് ഡയറക്റ്റ് ചെയ്ത് ഇതുപോലെ ലെവലിംഗ് ഒരു സ്റ്റാഫ് മാൻ ഹോൾഡ് ചെയ്ത് നിൽക്കും. വെർട്ടിക്കലായിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെലസ്കോപ്പിനെ നമ്മൾ ചരിച്ച് പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫിന്റെ അകത്തേക്ക് വെച്ച് ഫോക്കസ് ചെയ്യുമ്പോൾ ഇതേപോലെ ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ ഒരു വാല്യൂവില് ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ രണ്ടാമത്തെ ഫിഗറിൽ കുറച്ചുകൂടെ ക്ലിയർ ആണ്. ഇതുപോലെ ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു റീഡിങ്സ് അതിലുണ്ട്. അപ്പൊ അതിൽ ഏത് റീഡിങ്ങുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ റീഡിംഗ് ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ റീഡിംഗ് എന്താണ് കാണിക്കുന്നത്? ഗ്രൗണ്ടിലെ പോയിന്റ് തൊട്ട് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഹൈറ്റ് ആണ് നമുക്ക് ഇങ്ങനെ റീഡിംഗ് ആയിട്ട് കിട്ടുന്നത്. സപ്പോസ് ഈ മൂന്നാമത്തെ ഫിഗറിൽ നോക്കൂ, നമ്മുടെ ആദ്യത്തെ പോയിന്റ് ക്യാപിറ്റൽ എ, ഈ കാണുന്ന റെഡ് ഡോട്ട് ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ പോയിന്റ് ക്യാപിറ്റൽ ബി, ഈ കാണുന്ന ഡോട്ട് ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് നമുക്ക് അറിയണം. അപ്പൊ ഇത് സപ്പോസ് ഇതൊരു റോഡിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതുപോലെ ആദ്യം ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടെറൈൻ ഉള്ള ഒരു ഏരിയ ആണ്. സപ്പോസ് ട്രിവാൻഡ്രം തൊട്ട് എറണാകുളം വരെ ഒരു റോഡ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം ഒരു മീറ്റർ വ്യത്യാസത്തിൽ തന്നെ പോയിന്റ്സ് തമ്മിൽ ചിലപ്പോൾ വളരെയധികം ഉയരം കൂടിയതായിരിക്കാം അല്ലെങ്കിൽ താണതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്കൊരു റോഡ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുമ്പോൾ ആസ് പെർ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ഒരു വണ്ടിക്ക് അതിലൂടെ സുഗമമായിട്ട് കടന്നു പോകണമെങ്കിൽ അവിടുത്തെ ഒരു കയറ്റം അല്ലെങ്കിൽ ആ തേരിയുടെ ആ ഒരു സ്ലോപ്പ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറം കൂടാൻ പാടില്ല. ഇത്ര പെർസെൻറ്റേജിന് മുകളിൽ പോകാൻ പാടില്ല എന്നുണ്ട്. അങ്ങനെയെങ്കിൽ വണ്ടികൾക്ക് അതുവഴി പോകുന്ന വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ട്രാവലിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റിക്വയർഡ് ആയിട്ടുള്ള പെർമിസിബിൾ ആയിട്ടുള്ള ഗ്രേഡിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ലോപ്പിൽ വേണം ആ റോഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെ ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആദ്യം കിടക്കുന്ന ആ ഒരു എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവൽ നമ്മൾ ചിലയിടത്തൊക്കെ കട്ട് ചെയ്യേണ്ടി വരും, ചിലയിടത്ത് വീണ്ടും മണ്ണ് കൊണ്ടുവന്ന് ഫിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് ഫൈനൽ ഇങ്ങനെ ഒരു റോഡ് ആക്കിയെടുക്കുന്നത്. അതുപോലെ റോഡിൽ മാത്രമല്ല, റെയിൽവേ ട്രാക്കിലായാലും അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആവട്ടെ, ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ആവട്ടെ, കനാൽസ്, അതായത് ഒരു റിവറിൽ നിന്ന് വളരെ റിമോട്ട് ആയിട്ടുള്ള കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള പദ്ധതികളാവട്ടെ, അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈൻ ലേ ചെയ്യുന്നതാവട്ടെ, ഏത് തരം പ്രോജക്റ്റിലും ഈ ലെവൽ ഡിഫറൻസ്, അതായത് അല്ലെങ്കിൽ അവിടുത്തെ സ്ലോപ്പ് ഗ്രേഡിയന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ കനാലൊക്കെ ആണെങ്കിൽ ഒരു ഡൗൺവേർഡ് ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒരു ഹയർ ഹെഡിൽ നിന്ന് ലോവർ ഹെഡിലോട്ട് ഒഴുകുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വെള്ളം ഒരു ചെറിയ ഹെഡിൽ നിന്ന് ഹയർ ഹെഡിലോട്ട് പമ്പ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ലെവൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മൾ രണ്ട് പോയിന്റ്സിന്റെ ലെവൽ ഡിഫറൻസ് അറിയാനായിട്ട് ആദ്യത്തെ പോയിന്റിൽ ദേ കാണുന്ന പോലെ ലെവലിംഗ് സ്റ്റാഫ് പിടിക്കുക. എന്നിട്ട് രണ്ട് പോയിന്റും കാണാൻ പറ്റുന്ന പോലെ നടുക്ക് എവിടെയെങ്കിലും ഇൻസ്ട്രുമെന്റ് ഈ കാണുന്ന പോലത്തെ ട്രൈപോഡ് സെറ്റ് ചെയ്ത് അതിന് മുകളിൽ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യണം. അതിനുശേഷം ടെലസ്കോപ്പ് നമ്മൾ ഈ ലെവലിംഗ് സ്റ്റാഫിലേക്ക് നോക്കുക, സൈറ്റ് ചെയ്യിക്കാം. ഓക്കെ, സൈറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്കൊരു ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ് ആവും. ഇത് ഒരു ഇമാജിനറി ലൈൻ ആണ്. ശരിക്കും ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇല്ല.
ഇങ്ങനെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൽ നമുക്ക് ആ ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ, ഈ ക്രോസ് ഹെയർ ഏതെങ്കിലും ഒരു വാല്യൂവിൽ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ കാണുന്ന റീഡിങ്ങിനെ നമ്മൾ നോട്ട് ചെയ്യുക. ആദ്യം എടുക്കുന്ന റീഡിങ് ബാക്ക് സൈഡ് റീഡിംഗ് ആണ്. ഇവിടെ സപ്പോസ് നമുക്കിപ്പോ 1.510 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അത് എന്താണ് അതിന് അർത്ഥമാക്കുന്നത്? ഈ താഴത്തെ ഈ ഗ്രൗണ്ടില് ലെവലിംഗ് സ്റ്റാഫ് ടച്ച് ചെയ്തിരിക്കുന്നതാണ് 0 അല്ലെ? അവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 1.500 ആണ്. ആദ്യത്തെ റീഡിങ്ങിനെ നമ്മൾ ബാക്ക് സൈറ്റ് എന്നാണ് പറയുക. ആദ്യത്തെ റീഡിങ് ബാക്ക് സൈറ്റ്. ഓക്കെ, അത് എഴുതിയെടുക്കുക. ഇനി നമ്മൾ ടെലിസ്കോപ്പ് പതുക്കെ കറക്കുക. എന്നിട്ട് ഈ ലെവലിംഗ് സ്റ്റാഫ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആള് ലെവലിംഗ് സ്റ്റാഫ് കൊണ്ടുവന്ന് അടുത്ത എവിടെയാണോ നമുക്ക് എടുക്കേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇത് കറക്കി നമ്മൾ കറക്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് സൈറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങോട്ടൊരു ലൈൻ ഓഫ് സൈറ്റ്, ഇതൊരു ഇമാജിനറി ലൈനാണ്. ഈ ലൈൻ വഴി നമുക്ക് ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് കാണാൻ പറ്റും. അപ്പൊ ഇതേപോലെ നമുക്ക് വേറൊരു റീഡിങ് കിട്ടും. സപ്പോസ് ഇവിടെ അത് എഫ് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, നമുക്കത് സപ്പോസ് ഒരു 0.5 എന്ന് എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻസ്ട്രുമെന്റ് നമ്മൾ ഇവിടെ നിന്ന് അനക്കിയിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ഒരേ ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ദൂരം 1.5 മൈനസ് ഈ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ദൂരം 0.5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഫസ്റ്റ് പോയിന്റും സെക്കൻഡ് പോയിന്റും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ലെവൽ ഡിഫറൻസ് അറിയാമെങ്കിൽ ലെവൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ചെയ്താൽ അതിന്റെ സ്ലോപ്പ്, അതായത് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള നമ്മൾ ഇവിടെ ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എത്രയാണ് എന്നുള്ളത് അറിയാൻ പറ്റും. അത് വെച്ച് നമുക്ക് അതുവഴി വെഹിക്കിൾസ് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുമോ, അതോ അവിടെ കുറച്ച് കട്ട് ചെയ്ത് ആ സ്ലോപ്പിന്റെ ഗ്രേഡിയന്റ് കുറയ്ക്കണോ, കുറച്ചുകൂടെ ജെന്റിൽ ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ആക്കി മാറ്റണോ വേണ്ടിയോ എന്നുള്ള എല്ലാ ഡിസിഷൻസും നമുക്കിത് ബേസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലെവലിംഗ് എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്ത കേസിൽ നമുക്കറിയാം, ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് നമ്മൾ ലീനിയർ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത്, അവിടെ നമ്മൾ ചെയിനും ടേപ്പും ഒക്കെ ഉപയോഗിച്ചു. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലെവലിംഗ് എന്നുള്ള ബ്രാഞ്ച് ഓഫ് സർവേയിങ്ങിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലാണ് മെഷർമെന്റ്സ് എല്ലാം എടുക്കുന്നത്. ലെവലിംഗിൽ നമുക്ക് വേണ്ടി വന്നത് എന്തൊക്കെയാണ്? നമുക്ക് ഒരു ലെവലിംഗ് സ്റ്റാഫും ഡംപി ലെവൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെന്റും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് ഇതിന്റെ ആവശ്യകത? What is the purpose or what is the importance of leveling? Okay, suppose this is a river, okay, and first photograph shows a river and we are planning to construct a bridge across this river. ഈ റിവറിനെ കുറുകെ ആയിട്ട് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു പ്രോജക്റ്റ് നിങ്ങൾ അതിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈറ്റിൽ എത്തിയിട്ട് ഇവിടെ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്സ്, ഈ ഓരോ പോയിന്റിന്റെയും റെഡ്യൂസ്ഡ് ലെവൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുശേഷം ഈ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു ബ്രിഡ്ജ് എങ്ങനെ ഏത് ഹൈറ്റിലാണ് ബ്രിഡ്ജ് പോകേണ്ടത് എന്നുള്ളതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തിരിച്ച് പോയിന്റ്സിനെ നമുക്ക് ഈ ഗ്രൗണ്ടിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ഓരോ പല ലെവലിൽ പല റെഡ്യൂസ്ഡ് ലെവലിൽ പോയിന്റ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നതിനെ നമുക്ക് ലെവലിംഗ് എന്ന് പറയും. സോ ദ പർപ്പസ് ഓഫ് ലെവലിംഗ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ എലിവേഷൻസ് ഓഫ് ഗിവൺ പോയിന്റ്സ്, അൺനോൺ ആയിട്ടുള്ള പോയിന്റ്സിന്റെ എലിവേഷൻസ് കണ്ടുപിടിക്കുക, ആൻഡ് ഓൾസോ ടു എസ്റ്റാബ്ലിഷ് പോയിന്റ്സ് അറ്റ് ഡിഫറെന്റ് എലിവേഷൻസ്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്യണം, നമുക്ക് എവിടെയാണ് ആവശ്യം വരിക? ഡിസൈൻ ചെയ്യാൻ ആവശ്യം വരും. വേറസ് യു ആർ എസ്റ്റാബ്ലിഷിംഗ് പോയിന്റ്സ് അറ്റ് ഡിഫറെന്റ് എലിവേഷൻസ്, അതെപ്പോഴാണ് നമുക്ക് ആവശ്യം വരിക? സെറ്റിംഗ് ഔട്ട് ചെയ്യുന്ന സമയത്ത്. ഇതിലെല്ലാം നമ്മൾ പോയിന്റ്സിനെ കണ്ടുപിടിക്കുന്നതും പോയിന്റ്സിന്റെ എലിവേഷൻ കണ്ടുപിടിക്കുന്നതും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും എല്ലാം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡേറ്റം വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് ഡേറ്റം ആണ്. കാരണം ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു സർവേ ചെയ്യുന്നത് ചിലപ്പോൾ 2000-ലാണെങ്കിൽ ചിലപ്പോൾ അത് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത് ചിലപ്പോൾ ഒരു 2005-ലായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഒരു 4 അപ്പൊ ഇതിനകത്തൊക്കെ നമുക്ക് വർഷങ്ങളുടെ ഡിലേ വരുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡേറ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കോമൺ ഡേറ്റം സാധാരണ നമ്മൾ മീൻ സീ ലെവലാണ് എടുക്കുന്നത്. ഓക്കെ,